ഞാനൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അടിച്ചേറ്റി അല്ലെങ്കിൽ അടപലക എന്നറിയപ്പെടുന്ന സാധനം. അതായത് നമ്മൾ കഞ്ഞി വാർക്കാനും ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനൊപ്പം ചിരട്ട തവി ഉപയോഗിച്ചാണ് ഞാനിന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. ചമ്മന്തിയിലേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കശുവണ്ടി ചേർത്ത് അതിനോടൊപ്പം പ്രധാനമായിട്ട് വെളിച്ചെണ്ണ, ചുവന്നുള്ളി, ചുവന്നമുളക്, ഉപ്പ് ഇത്ര ഐറ്റംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കശുവണ്ടി അത് ചുട്ടെടുക്കുമ്പോഴത്തേനൊരു 1-2 കഷ്ണം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് 5 എടുത്തേക്കണേ. നമുക്ക് ഓൾറെഡി 2 ആവശ്യമുള്ളൂ. ചുട്ടെടുത്ത് കഴിയുമ്പോൾ കുറച്ച് കരിഞ്ഞു പോകും, ചിലപ്പോൾ പൊട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചൊക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊരു 4-5 കാണിച്ചേക്കണേ. അതിൻ്റെ ആവശ്യമില്ല, 2 ആവശ്യമുള്ളൂ. ഒരു കഷ്ണം ചുവന്നുള്ളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 3-5 കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം മതി. അതുപോലെ ചുവന്നമുളകാണെങ്കിലും ഒരെണ്ണം മതി. ഇതൊക്കെ ചുട്ടെടുക്കുമ്പോൾ ചിലപ്പം ഇച്ചിരി കരിഞ്ഞു പോകും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് 3-4 കാണിച്ചേക്കണേ. കൂടാതെ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ കാര്യമായിട്ടും വേണ്ട, നിങ്ങൾക്ക് ഒഴിക്കുന്നതിൻ്റെ നോക്കി മതി. പിന്നെ ഉപ്പ് എടുക്കുമ്പം കല്ലുപ്പ് തന്നെ വേണേ, എന്നെങ്കിലാണ് മുളകിനോട് ചേർത്തായിരിക്കും മുളക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ട് കല്ലുപ്പ് തന്നെ വേണം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ അടപലകയിൽ വെള്ളം ഉണ്ടാകരുത്. വെള്ളം ഉണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പരമാവധി നന്നായിട്ട് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടത്ത് വെച്ച് അതൊന്ന് ഉണക്കിയെടുക്കുക. എന്തെങ്കിലും ചെയ്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ. അരയ്ക്കുമ്പോൾ ചുവന്ന മുളകിനോടൊപ്പം അല്പം കല്ലുപ്പ് ചേർത്ത് ആദ്യം അരയ്ക്കുക. ഒരു ചെറിയൊരു മയം വന്നു കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോന്നോരോന്ന് ചെയ്തുകൊള്ളുക. ഈ അടപലകയും അതുപോലെ ചിരട്ട തവികളൊന്നും ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. പൊതുവേ മറ്റു എന്താ പറയുക, സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയോ തവികളൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇതൊന്ന് കണ്ടുപിടിക്കാനും അതുപോലെ ഇതൊന്ന് സജ്ജീകരിച്ചെടുക്കാനും നമുക്ക് ഇച്ചിരി പാടുപെട്ടു. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല. നമ്മൾ വേറെ അടുത്തു നിന്നാണെങ്കിലും സംഘടിപ്പിച്ച് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയേക്കണേ. തുടർന്ന് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ അകത്ത് ഓരോ റെസിപ്പികൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ സാധനം. എന്തായിരുന്നാലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യും, അതുപോലെ എന്താ പറയുക, ഉണ്ടാക്കി മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതിൽ അരച്ചെടുക്കുന്ന ക്രമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്നമുളകും ഉപ്പ്, കല്ലുപ്പ് ഇട്ട് ആദ്യം അരയ്ക്കുക. അതിനുശേഷം അതൊരു അല്പം മയമായതിന് ശേഷം ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. തുടർന്ന് ചുവന്നുള്ളി, അതുപോലെ കശുവണ്ടി ചുട്ടത്, ഈ ചുവന്നുള്ളിയും മുളകും എല്ലാം ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഉപ്പൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ചുട്ടെടുത്താണ് ഈ റെസിപ്പി തയ്യാറാക്കിയേക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. ഒരു പ്രാവശ്യം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയുടെ അവസാനം ലൈക്ക്, കമൻറ്റ്, സബ് ചെയ്യാൻ മറക്കരുത്. ഈ ഐറ്റംസ് എല്ലാം അളവിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ അരകല്ലിൽ അരച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് പഴയ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ പലരും ഇങ്ങനെയൊരു ഐറ്റംസ് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നിങ്ങൾ ഇത് കണ്ട് ഇതുപോലെ തന്നെ ചെയ്യണമെന്നല്ല, അത് മിക്സിയിലോ അല്ലാതെയോ ചെയ്തെടുക്കുക.